ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പാമ്പോ? അതെ. നവീനോട് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ. ശരിക്കും. നിർമ്മലയും ഇവിടെ ഇല്ല. നീ എന്ത് പറഞ്ഞാ ഞാൻ ഇവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നത്? നോക്കിയിട്ട് കാര്യമില്ല, ഡോക്ടറെ വിളിച്ചേ പറ്റൂ. എന്താ അമ്മേ? അമ്മ എന്താ തെരയുന്നേ? ഞാനേ കൃഷ്ണയുടെ അടുത്തേക്ക് പോവാ. എറണാകുളത്തേക്കോ? അല്ലാണ്ട് പിന്നെ എന്ത് ധൈര്യത്തിലാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? അവിടെ ചെന്ന് എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം. അമ്മ ഭ്രാന്ത് പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ അവള് കുറച്ചു കഴിയുമ്പോ വിളിക്കും. ഈ വയ്യാത്ത സമയത്ത് അമ്മ എങ്ങനെ അവിടെ വരെ പോവാനാ? അതൊന്നും സാരമില്ല, എന്നെ ദൈവം അവിടെ എത്തിച്ചോളും. എന്റെ അസുഖമൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വലുത് എന്റെ മോളാ. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നെങ്കിൽ കൃഷ്ണ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരികയായിരിക്കും. ഇല്ല മോളെ, എന്റെ മനസ്സ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. അമ്മേ, അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവള് പോയത്. ഞാനിവിടെ കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിൽ അമ്മ ഞാൻ എങ്ങോട്ടും വിടത്തില്ല. നിനക്ക് അതൊന്നും പറഞ്ഞ മനസ്സിലാവൂല. അവൾക്കൊരാപത്ത് വരുന്നുണ്ടെങ്കിലേ അതിനു മുന്നേ ഈശ്വരൻ എനിക്ക് സൂചന തരും. അമ്മേ, അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കല്ലേ അമ്മേ. ആദ്യം ചുമയൊന്ന് നിക്കട്ടെ. അമ്മ അങ്ങോട്ട് ഇരുന്നേ, അവിടെ ഇരിക്കേ. ഞാനേ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ഡോക്ടറെ, എന്താ കണ്ടീഷൻ? പെട്ടെന്നെന്തോ പേടി തോന്നിയതിന്റെ പനിയും വിറയിലുമാണ്. ഇഞ്ചക്ഷൻ എടുത്ത നിലയ്ക്ക് ഇപ്പൊ തന്നെ കണ്ണു തുറക്കേണ്ടതാണ്. ഉദയ, എന്താ ശരിക്കും സംഭവിച്ചത്? എനിക്കൊന്നും അറിഞ്ഞൂടളിയാ. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ എന്തൊക്കെയോ പിച്ചും പയ്യും പറഞ്ഞ് പനിച്ചു തുള്ളി വിറച്ച് കിടക്കുക. മോളെ, മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അച്ഛൻ ഡോക്ടറെ വിളിച്ചതാ. മോള് വല്ലാണ്ട് പനിച്ചു വിറച്ച് കിടക്കുന്നത് കണ്ടിട്ട്. ഇപ്പൊ വേറെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ കുട്ടിക്ക്? ഇല്ല. എന്തെങ്കിലും കണ്ട് പേടിച്ചതാണോ? എന്താ അത്? അത് ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പാമ്പോ? അതെ. നവീനോട് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ. ശരിക്കും. ഉദയ, എന്തെങ്കിലും തോന്നലായിരിക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഡോക്ടറെ കിട്ടൂല. ഡോക്ടറെ വരും. ഓക്കെ. അച്ഛാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ വീട്ടില് പാമ്പുണ്ട്. നല്ല വിഷമുള്ള പാമ്പ്. മോളെ, അത് വെറും തോന്നലാ. മോളതെല്ലാം മറന്നേക്ക്. നിങ്ങളുടെ തറവാടിന് നാഗാരാധനയൊക്കെ ഉള്ളതാണല്ലേ? അതെ സാർ. ഇത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് നിങ്ങളുടെ രീതിയിലുള്ള ചില പരിഹാരങ്ങളും കാണുമായിരിക്കും അല്ലേ? അല്ലാതെ മരുന്ന് കൊടുത്ത് മാറ്റേണ്ട അസുഖമൊന്നും ആ കുട്ടിക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. ശാപം വിടാതെ പിന്തുടരുകയാണല്ലോ. ആർക്കും രക്ഷയില്ലാത്ത പോലെ. സുനന്ദേ, ഇത്രയും നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഇപ്പോ പോയി അന്വേഷിച്ചിട്ടും അവരെ കുറിച്ചൊന്നും അറിഞ്ഞില്ലെന്ന് വെച്ചാല്? പരിചയമുള്ളവരോടൊക്കെ വിളിച്ചു ചോദിച്ചു. ഉച്ചയ്ക്ക് മുന്നേ കണ്ടതല്ലാതെ അവരാരും ഗോപാലേട്ടനെയും കൃഷ്ണയും കണ്ടിട്ടില്ലാന്ന്. ലോട്ടറി വിൽപ്പന കഴിഞ്ഞാല്
അവിടുത്തെ തട്ടുകടയിലോ ആ കരിക്കടയിലോ എവിടെയെങ്കിലും കുറച്ചേരി ഇരിക്കും. അല്ലാതെ വേറെ എങ്ങോട്ട് പോകുന്ന പതിവില്ല ഗോപാലേട്ടന്. പോലീസിൽ പറഞ്ഞാലോ സുനന്ദേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എന്റെ പേടി മുഴുവൻ ആ പെൺകുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും അവളെ കണ്ടെത്തിയോന്നാ. തല്ലാനും കൊല്ലാനും നടക്കുന്നവര് ഒരു കരുണയും കാണിക്കില്ലല്ലോ. ജലജ ഒരു കാര്യം ചെയ്, മോളെ സന്ധ്യയുടെ വീട്ടിൽ നിന്നൊന്ന് കൂട്ടിയിട്ട് നിന്റെ വീട്ടിലൊന്ന് നിർത്തിക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിട്ട് വരാം. തനിച്ചു പോകാനോ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ കൂടെ വന്നാല് എനിക്ക് പോലീസ് വേഷമിട്ട ആളുകളെ കാണുന്നതേ പേടിയാ. ഞാൻ പൊക്കോളാം. ഞാൻ മധുചേട്ടനൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുവാണെങ്കിൽ സ്റ്റേഷനിലോട്ട് വരാൻ പറയാം. ശരി. എത്രയായി? 60 രൂപ. ഈശ്വര, ഞാൻ എവിടെ ചെന്ന് എന്റെ മോളെ കണ്ടുപിടിക്കും? ഹലോ. ഹലോ, തങ്കേച്ചിയല്ലേ? ആ അതെ, ആരെ? തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേ? ആ, അത് പിന്നെ ഞാനിവിടെ സിറ്റിയിൽ വന്ന് ഓട്ടോയിൽ ഇറങ്ങി. എങ്ങോട്ട് പോണോന്നറിയാതെ. മോളാരാ? ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണയെ അന്വേഷിച്ച്. ആ, മോളിവിടെ സിറ്റി തന്നെ ഉള്ളതാണോ? കൃഷ്ണയെ അറിയോ? ഉണ്ണിമായ ഇപ്പോ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു തങ്കേച്ചി ഉണ്ണിമായ അറിയാതെ സിറ്റിയിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. എന്റെ കൃഷ്ണമോൾ എവിടെയാണെന്ന് മോക്കറിയോ? എനിക്കറിയാം തങ്കേച്ചി. തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒരു പള്ളിയുടെ മുന്നില്. ആ ശരി, തങ്കേച്ചി അവിടെ തന്നെ നിക്ക്, എങ്ങോട്ടും പോവല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്നാലും ഇവിടെ കൃഷ്ണമോളെ ഇത്ര നന്നായി അറിയുന്ന ആരാ? The number you are trying to reach is not responding.